ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോ ഞാൻ വളരെ സീരിയസ് ആയ ഒരു വിഷയത്തെ പറ്റിയാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട്സ്, ഒരുപാട് ചേച്ചിമാർ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ പറയുന്നുണ്ട് അവരുടെ പൂച്ച വിഷം കൊടുത്ത് കൊന്ന് എന്ന്. ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. അവരങ്ങനെ ചെയ്യുന്നത് അവരുടെ വിചാരം അവർക്ക് ഒരു കോടതിയെ ശിക്ഷിക്കാൻ പോകുന്നില്ല, അവർക്കെതിരെ ആരും കേസ് എടുക്കാനും പോകുന്നില്ല. അതുകൊണ്ടാണ്. പക്ഷെ അവർക്കറിയില്ല, കോടതി ശിക്ഷിച്ചില്ലെങ്കിലും അവർ ഈ ചെയ്യുന്ന തെറ്റിന് അവർ ശിക്ഷ അനുഭവിച്ചിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകുകയുള്ളൂ. മനുഷ്യരായാലും മൃഗമായാലും ആരെയും ഉപദ്രവിച്ചാലും അതിനുള്ള ശിക്ഷ അനുഭവിച്ചിട്ട് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുകയുള്ളൂ. ഈ കോടതി ശിക്ഷിച്ചില്ലെങ്കിലും മുകളിൽ നിന്ന് ഒരാൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ കോടതിയിൽ നിന്നുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കും. അത് ചിലപ്പോൾ ഈ ജന്മത്തിലായിരിക്കില്ല, അടുത്ത ജന്മത്തിൽ നിങ്ങളൊരു തെറ്റും ചെയ്യാതെ ജീവിക്കുമ്പോൾ ആയിരിക്കും ആ ശിക്ഷ അനുഭവിക്കുന്നത്. അതിലും വലിയ ശിക്ഷയൊന്നും വേറെ ഇല്ല. ഇന്ന് നിങ്ങളൊരു മിണ്ടാപ്രാണിയെ വിഷം കൊടുത്ത് കൊല്ലുകയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ നിങ്ങൾ ഫുഡ് പോയ്സൺ വന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും വിഷം കൊടുത്തോ, അതും അല്ലെങ്കിൽ ഒരു പട്ടിയുടെയോ പൂച്ചയുടെയോ കടിയേറ്റ് നിങ്ങൾ മരിക്കുന്നതായിരിക്കും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. എൻ്റെ അമ്മ പോയ ശേഷം എനിക്ക് ഒരുപാട് സ്പിരിച്വൽ നോളജ് കിട്ടി. നമ്മളും മനുഷ്യർക്ക് ഒരിക്കലും മരണമില്ല. നമ്മളെല്ലാവരും ആത്മാവാണ്. ശരീരം മരിച്ചാലും നമുക്ക് വേറൊരു ജന്മം കിട്ടും. ഓരോ ജന്മം നമുക്ക് കിട്ടുന്നത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങൾ അനുസരിച്ചാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഒരു മിണ്ടാപ്രാണിയെ വിഷം കൊടുത്ത് കൊല്ലുകയാണെങ്കിൽ നിങ്ങളിത് ഓർത്തിരിക്കുന്നത് വളരെ നല്ലതാണ്. നാളെ നിങ്ങളും ഇതിനുള്ള ശിക്ഷ അനുഭവിച്ചിട്ടേ പോവുള്ളൂ. ആരെങ്കിലും നിങ്ങൾക്കും വിഷം കൊടുക്കും. ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെയൊരു തെറ്റ് ചെയ്യാൻ തോന്നില്ല. നമ്മുടെ നിയമം ശിക്ഷിച്ചില്ലെങ്കിലും നിങ്ങളെ ദൈവത്തിൻ്റെ കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഇളവും കിട്ടാൻ പോകുന്നില്ല. ഈ വീഡിയോ മാക്സിമം എല്ലാ പേരിലേക്കും ഷെയർ ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നവർ അറിയണം അവർക്കുള്ള ശിക്ഷ എന്താണ്. അതിനുവേണ്ടിയാണ് ഞാൻ വീഡിയോ ഷെയർ ചെയ്തത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.